ഹലോ മക്കളെ, ഇന്ന് ടീച്ചർ എടുക്കുന്നത് 1ാം ക്ലാസ്സിലെ കേരള പാഠാവലി ആട്ടോ, മലയാളം. ഓക്കെ, 1ാം ക്ലാസ്സിലെ എന്താണ് മലയാളം ഭാഗം 1 കേട്ടോ. പുതിയ ബുക്കായിട്ടുണ്ട് അല്ലേ. 2024 പുതിയ ബുക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ആ ബുക്കാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യം തന്നെ അക്ഷരമാല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എന്താണ് സ്വരങ്ങൾ ഏതൊക്കെയാ? അ ആ അല്ലേ. ഇതെന്താണ്? ആ അല്ലേ. ഇതെന്താണ് പറഞ്ഞേ? ആ അല്ലേ. ഇതെന്താ? ഇ. ഇതോ? ഈ. ഇതോ? ഉ. ഇതോ? ഊ. ഇതോ? എ അല്ലേ. ഇതൊക്കെ എഴുതാൻ പഠിച്ചല്ലേ നിങ്ങള്. പിന്നെ അടുത്ത് ഇതോ? എ. ഏ ഐ ഓ ഓ ഔ അം ആ അല്ലേ. ഇതൊക്കെ എന്റെ കൂടുതൽ പറയാ കേട്ടോ. ഇനി വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ അല്ലെ, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. ഇതെന്താ? ക ഗ ഗ ഗ ങ അല്ലെ. ച ഛ ജ ജ ഞ അല്ലെ. ഡ ഡ ഡ ഡ ണ. ത ദ ദ ദ ന. പ ഫ ബ ബ മ. പിന്നെയോ യ ര ല വ ഷ ഷ സ ഹ ള ഴ റ അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ച സംഭവമാണ്, ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ കേട്ടോ. ഇനി എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്? എന്താണ്? പറവകൾ പാറി എന്നുള്ളതാണ് അല്ലെ. എന്താണ്? പറവകൾ പാറി അല്ലെ. നോക്കാം നമുക്ക്. 1ാമത്തെ ചാപ്റ്റർ എന്താണ്? പറവകൾ പാറി. നോക്കത് ഇതെന്താ വായിക്ക? പട അല്ലെ. പട 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 പറവകൾ പാറി തന 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 തനു തിന താന അല്ലെ. അപ്പോ ഇനി ഇവിടെ എന്താ? കലപില കലപില പറവകൾ പാടി. കലപില കലപില എന്താണ്? പറവകൾ എന്താ പാടി? തന തന. ഇവിടെ എന്താ? മുകളിലുണ്ട് അല്ലെ. എന്താണ്? തന 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 തനു തിന താന. അതിനാണ് ഇവിടെ എഴുതി വെക്കുക അല്ലെ. നോക്കി എഴുതിയ മക്കള് കേട്ടോ. നോക്കി എഴുതുക കേട്ടോ. പറവകൾ തൂവലുകൾ അല്ലെ. എന്താണ് പറവകളുടെ തൂവൽ നോക്കിയേ. അപ്പൊ കുട്ടികൾ എടുക്കുകയാണ് അല്ലെ. അപ്പൊ പറവകൾ പാറി പറവകൾ പാടി അല്ലെ. എന്താണ്? എന്റെ കൂടുതൽ പറഞ്ഞ ഏതാക്ഷരം? പറവകൾ അല്ലെ. പറവകൾ പാറി പറവകൾ പാടി അല്ലെ. തനുതിന തനുതിന തൂവരുത്ത. ഇതാണ് അല്ലെ. അപ്പൊ കുട്ടികള് തനുതിന തനുതിന തൂവരുത്താന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഓരോ ഇത് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ. ഒരാൾക്ക് ഉണ്ടാക്കുകയാണ് അല്ലെ. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ എന്താണ് ഇതില് നിങ്ങൾക്ക് ഈ ഇതൊക്കെ പറഞ്ഞ് പഠിക്കുക നിങ്ങൾ കേട്ടോ. നിങ്ങൾ വായിക്കുക. ബുക്ക് മുന്നിൽ വെച്ചിട്ട് എന്താണ് വായിക്കുക? പറവകൾ പാറി പറവകൾ പാടി എന്നുള്ളതൊക്കെ നിങ്ങൾ ബുക്ക് മുന്നിൽ വെച്ച് വായിക്കുക കേട്ടോ.